എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ക്രഞ്ചിയും ക്രിസ്പി ആയിട്ടുള്ള കുക്കീസും ബിസ്ക്കറ്റ്സും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. റെഡ് വെൽവെറ്റ് കുക്കീസ്. കേക്കൊക്കെ ഉണ്ടാക്കുന്നതിലും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണ് ഈ കുക്കീസ്. ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിലും സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ കേക്ക് എങ്ങനെ റെഡിയാക്കുന്നോ അതേപോലെ തന്നെ ബേക്ക് ചെയ്ത് എടുക്കാവുന്ന അതാണ് കുക്കീസും. അപ്പം ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന റെഡ് വെൽവെറ്റ് കുക്കീസ് ഒരു എഗ്ലെസ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഒരു വിസ്ക് അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ ബട്ടറും പഞ്ചസാരയും കൂടെ നല്ല ക്രീമി ആയിട്ട് പോലെ തന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒരു വിസ്ക് മാത്രം മതിയാവും. അത് രണ്ടും നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ, അതായത് ഏകദേശം ഒരു 75 ഗ്രാം മൈദ കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ആ ബട്ടറിലേക്ക് ഈ മൈദയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ സ്പാച്ചില ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ, പെർമിറ്റഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് വെൽവെറ്റ് കുക്കീസ് ആയതുകൊണ്ട് തന്നെ കളർ ചേർക്കാതിരിക്കാൻ പറ്റില്ല. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ചപ്പാത്തി മാവിൻ്റെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, കുറച്ചുകൂടെ ഒരു തിക്കായിട്ടുള്ളൊരു മാവായിരിക്കും. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ ആയിരിക്കും നമ്മുടെ മാവ് ഇരിക്കുന്നത്. ഇനി ഇത് നമ്മളൊരു ക്ലിംഗ് റാപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ട് വരും. അതിനുശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ആ മാവ് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ബേക്കിംഗ് ട്രേയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം, ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട്. അപ്പം സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ മിക്കവാറും കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലുമിനിയം പാത്രത്തിലൊക്കെ ആയിരിക്കുമല്ലോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിലും ഇതുപോലൊരു ബട്ടർ പേപ്പർ വിരിച്ചിടുക. ഇനി ഈ മാവിൽ നിന്ന് കുറച്ചായിട്ട് എടുത്ത് ഇതുപോലെ ഉരുളകളാക്കി എടുക്കണം. അധികം ക്രാക്കില്ലാത്ത ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഓരോ ഉരുളകളും വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോ ഉരുളകളും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒന്ന് ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാനായിട്ട്. കാരണം ബേക്കായി വരുമ്പം ഈ കുക്കീസ് കുറച്ചൊന്ന് വലുതായിട്ട് വരും. അപ്പോൾ തമ്മിൽ കൂട്ടി മുട്ടാതിരിക്കാൻ മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ഉരുളകളും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ ഓവനും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ ഇതാൽ മതിയാവും. അപ്പോൾ ഞാൻ ആ ബേക്കിംഗ് ട്രേയിൽ കുക്കീസിനുള്ള ഉരുളകൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ തന്നെ 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കീസ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടോടെ നമ്മൾ തൊട്ട് നോക്കുമ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പം ഉള്ളൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒപ്പം ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ട് താനും. അപ്പോൾ ഈ കുക്കീസ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം യാതൊരു കേടും കൂടാതെ പുറത്ത് ഇരുന്നോളും. ഈ അളവിൽ നിന്ന് എനിക്ക് 9 കുക്കീസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണല്ലോ. പിന്നെ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാനായിട്ടും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാം.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.